Good morning, my dear children. Today we are going to study about operations on linked list. Linked list il nammal apply cheyyuna vividha tharam operations ne kurichana ee video il nammal padikkan povunnathu. Linked list endaanennu kazhinja class il nammal padichu. It is a collection of nodes. നോഡുകളുടെ കളക്ഷനാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ഡേറ്റ ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് കോൾഡ് എ ലിങ്ക്. ഒരു ഡേറ്റ പാർട്ടും ഒരു ലിങ്ക് പാർട്ടും ഉണ്ട്. ലിങ്ക് എന്ന് നമ്മൾ പറയുന്നത് അഡ്രസ്സാണ്. ഒരു നോഡ് അടുത്ത നോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന അഡ്രസ്സാണ് ആ ലിങ്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഡാറ്റ പാർട്ടും അഡ്രസ് പാർട്ടുകളും ചേർന്ന നോഡുകൾ ചേർന്നുണ്ടാവുന്ന ഒരു ലീനിയർ ലിസ്റ്റാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വഴിയാണ് ലിങ്ക്ഡ് ലിസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതൊരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പുതിയ പുതിയ നോഡുകൾ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നമുക്കത് റിമൂവ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നോഡ്സുകൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. സോ അത് എക്സിക്യൂഷൻ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അൽഗോരിതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊരു ഐഡിയ ഉണ്ട്. ഇനി നമുക്കത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ അൽഗോരിതം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ആദ്യം കാണുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്സ്. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ എടുക്കുക, നോട്ട് ചെയ്യുക. അത് ഫസ്റ്റ് നോഡാണെങ്കിൽ ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ നോഡിലേക്ക് ഈ നോഡിൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ലിസ്റ്റിൻ്റെ ഹെഡർ എന്ന് പറയുന്നതാണത്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡ്, നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ നോഡിൽ രണ്ട് പാർട്ടാണുള്ളത് നമുക്കറിയാം. ഒന്നാമത്തെ പാർട്ട് ഡേറ്റയാണ്, രണ്ടാമത്തെ പാർട്ട് അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ് പാർട്ടിൽ നോർമലി നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നോഡ് മാത്രമുള്ളപ്പോൾ അഡ്രസ് പാർട്ടിൽ നള്ളായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ നള്ള്. ഈ നോഡിൽ നമ്മൾ ഡേറ്റ 25 എന്ന് സ്റ്റോർ ചെയ്യും. അതാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിക്കുന്നത് 25. നോഡിന് രണ്ട് പാർട്ടാണുള്ളതെന്നറിയാം. ഒന്നാമത്തെ ഡേറ്റയും രണ്ടാമത്തത് അഡ്രസ് പാർട്ടുമാണ്, ലിങ്കാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ 25 നമ്മൾ സ്റ്റോർ ചെയ്തു, അഡ്രസ്സ് നമ്മൾ നള്ളെന്നും സ്റ്റോർ ചെയ്തു. ഇത് ഒന്നാമത്തെ നോഡാണെങ്കിൽ, ഫസ്റ്റ് നോഡാണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ്, ഈ നോഡിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 2000 ആണ്. അതിന് നമ്മൾ ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഹെഡർ നോഡിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഇത് തമ്മിൽ ലിങ്ക്ഡ് ആവും. ഇവിടെ എന്ത് വരും? 2000 എന്ന് വരും ഒന്നാമത്തെ നോഡാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൊട്ട് മുമ്പേ ഉള്ള നോഡിനോട് സ്റ്റോർ ഡേറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ് നമ്മൾ പറഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ സ്റ്റാർട്ട്. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോഡിന് ഒരു ഡേറ്റയും ഒരു അഡ്രസ് പാർട്ടും ഉണ്ട്. ആ നോഡിൽ 25 എന്ന് ഡേറ്റ സ്റ്റോർ ചെയ്തു, അഡ്രസ് പാർട്ട് തൽക്കാലം നള്ളെന്ന് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇത് ഒന്നാമത്തെ നോഡാണോ. ഒന്നാമത്തെ നോഡാണെങ്കിൽ, ഫസ്റ്റ് നോഡാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ഇവിടെ ഹിയർ ഈസ് 2000 നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഹെഡർ നോഡിലേക്ക് സ്റ്റോർ ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് നോഡ് അല്ലെങ്കിൽ സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദി പ്രീവിയസ് നോഡ്. ഇത് ഒന്നാമത്തെ നോഡാണെങ്കിൽ നമ്മൾ അതിൻ്റെ അഡ്രസ്സ് എടുത്ത് എവിടെ സ്റ്റോർ ചെയ്യും? ഹെഡർ പാർട്ടിൽ സ്റ്റോർ ചെയ്യും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഹെഡർ നോഡിൽ സ്റ്റോർ ചെയ്യും.
അല്ലെങ്കിൽ ഒന്നാമത്തെ നോഡ് അല്ലെങ്കിൽ തൊട്ട് മുന്നിലുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ അഡ്രസ് പാർട്ടിൽ ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താ, തൊട്ട് മുന്നേ ഉള്ള നോഡും ഈ നോഡും തമ്മിൽ എന്താ കണക്റ്റഡ് ആവും. മനസ്സിലായി? അത് തമ്മിൽ കണക്റ്റഡ് ആയി. അങ്ങനെയാണ് നമ്മൾ ഓരോരോ നോഡുകളും തമ്മിൽ എന്ത് ചെയ്യുന്നത്, കണക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ നോഡാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എടുത്ത് സ്റ്റാർട്ട് നോഡിൽ കൊടുക്കും. അല്ല, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് നോഡ്, ഒന്നാമത്തെ നോഡ് അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദിസ് നോഡ് ടു ഇറ്റ്സ് ദ അഡ്രസ് പാർട്ട് ഓഫ് ദി പ്രീവിയസ് നോഡ്. തൊട്ട് മുമ്പേ വരുന്ന നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ ഈ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് തമ്മിൽ എന്തായി, കണക്റ്റഡായി. റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 1 to 4 ആസ് ലോങ് ആസ് ദ യൂസർ വാണ്ട്സ്. ഈ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പോഴ് വരെ, എത്ര നോഡ് കണക്ട് ചെയ്യണോ അതുവരെ നിങ്ങൾക്കാകാം. ഇവിടെ നോക്കാം, നമുക്ക് ഒന്നുകൂടി പിക്ചറിൽ ക്ലിയർ ആവും. 25 അതിൻ്റെ അഡ്രസ് 20 ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. സ്റ്റാർട്ടിങ് നോഡിൽ 2000 എന്ന അഡ്രസ്സുണ്ട്. അത് ഇങ്ങോട്ടാണ്, ഇതന്നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അത് 25 എന്ന ഡേറ്റയുണ്ട്, നള്ളെന്നാണ് അഡ്രസ്സ്. ഇനി നമുക്ക് അടുത്തൊരു നോഡ് വന്നു, 34 ആണ് ഡേറ്റ, അതിൻ്റെ അഡ്രസ്സ് 2300 ആണ്. അപ്പോൾ എന്താണ്, ഇത് സെക്കൻഡ് നോഡ് ആയതുകൊണ്ട് 2300 എവിടെ സ്റ്റോർ ചെയ്യും? ഈ ഒന്നാമത്തെ ജസ്റ്റ് പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ് പാർട്ട് എന്നല്ലേ പറഞ്ഞത്, ഈ ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് എന്താവും, ഇതുപോലെ ഇരിക്കും. സ്റ്റാർട്ടിങ് നോഡ് 2000 അഡ്രസ്സ് ഇവിടെ ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്തു. ഇവിടെ 2300 വന്നു. അപ്പോൾ അത് ഇതിനെ പോയിൻ്റ് ചെയ്യും. ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നള്ള്. ഇനി വീണ്ടും ഒരു പുതിയ നോഡ് വന്നു, അതിൽ ഡേറ്റ 17 ആണ്, അതിൻ്റെ അഡ്രസ്സ് 3000 ആണ്. സോ നമുക്ക് ഈ നോഡുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ 3000 ഇവിടെ കൊടുക്കും, ഈ നൾ പാർട്ടിൽ കൊടുക്കും. അപ്പോൾ 3000 ഇവിടെ വരും. സോ 3000 പോയിൻറ്റിങ് ടു ദിസ് നോഡ്. സോ ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയി, കണക്റ്റഡ് ആയി. അപ്പോൾ ഈ ലിസ്റ്റിൽ എത്ര നോട്ട്സ് ആയി? 3 നോട്ട്സ് ആയി. 25 എന്ന ഡേറ്റ ഉള്ള ഫസ്റ്റ് നോഡ്, 34 എന്ന ഡേറ്റ ഉള്ള സെക്കൻഡ് നോഡ്, 17 എന്ന ഡേറ്റ ഉള്ള തേർഡ് നോഡ്. ഇവിടെ നള്ള് കൊടുത്താൽ ഇത് ഫിനിഷ് ആവും. അപ്പോൾ ഇതാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റ്. അതിൻ്റെ ഹെഡറാണ് സ്റ്റാർട്ട്, അവിടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ട്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്യും. ഇങ്ങനെയാണ്. നമുക്ക് ഇനി ഒരു ലിസ്റ്റും ഒരു നോഡും കൂടെ ഉണ്ടെങ്കിൽ അതെവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. എൻഡിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഇടയ്ക്കൊക്കെ ആയാലും ഇൻസേർഷൻ എന്നൊക്കെ ആയിപ്പോവും. നോർമലി നമ്മൾ എൻഡിൽ ആഡ് ചെയ്ത് പോകുന്നു. പുതിയ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ ആവും? ഇവിടേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം, ആഡ് ചെയ്യണം, എൻഡിൽ ആഡ് ചെയ്യണം. അപ്പോൾ പുതിയ നോഡ് അവിടെ വരും. തീരുമ്പോൾ ലിസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്രസ് പാർട്ട് എന്തായിരിക്കും? നള്ളായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി വായിക്കാം. ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അഡ്രസ്സ് എടുക്കുക. സ്റ്റോർ ഡേറ്റ നൾ പാർട്ട് ഇൻ ദ നോഡ്. ഡേറ്റ പാർട്ടും ലിങ്ക് പാർട്ടും നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ്, സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദി സ്റ്റാർട്ട് നോഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് നോഡ്, store its address in the link part of the previous node. Okay, repeat the step 1 to 4. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. എവിടെ വരെ? as long as the user wants, അല്ലേ? as long as the user wants to finish ചെയ്യേണ്ടവരെ, തീരേണ്ടവരെ നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. so we will get a linked list. next operation, traversing a linked list. traversal നമ്മൾ കഴിഞ്ഞ വർഷം ആരയുടെ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് ഈച്ച് ആൻഡ് എവ്രി എലമെൻറ്റ് ഇൻ എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റിനും കൂടെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുക, വിസിറ്റ് ചെയ്യുക. അതിനകത്തേക്ക് ഒന്നുകിൽ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ഈച്ച് എലമെൻറ്റ് ബൈ 5. അതിൽ ഓരോ എലമെൻറ്റിനെയും ന്യൂമറിക് ആണെങ്കിൽ 5 വീതം കൂട്ടി എഴുതുക, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആകാം, എന്തെങ്കിലും ഒരു സെർച്ചിങ് ആകാം, എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ. വിസിറ്റിംഗ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ എ ഡേറ്റ സ്ട്രക്ചർ. ഇറ്റ് ഈസ് കോൾഡ് traversal. We know that traversal means visiting all the elements in a data structure. In the case of a linked list,
വി ബിഗിൻ ട്രാവേഴ്സൽ ഫ്രം ദ ഫസ്റ്റ് നോഡ്. ഒന്നാമത്തെ നോഡിൽ നിന്ന് തുടങ്ങി ഓരോരോ നോഡായിട്ട് വിസിറ്റ് ചെയ്ത് ലാസ്റ്റ് നോഡിൽ അവസാനിക്കുക. ഏതെങ്കിലും ഒരു ഓപ്പറേഷനാണ്. ജനറലി വിസിറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിഗറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഡേറ്റ പാർട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ നോഡ് 25 എന്നാണ് ഡേറ്റ. അതിൻ്റെ അഡ്രസ്സ് ഫസ്റ്റ് നോഡ് ഇതാണ്. ഡേറ്റ 25, അതിൻ്റെ അഡ്രസ്സ് 2000 ആണ്. ആ അഡ്രസ്സ് സെക്കൻഡ് നോഡിൻ്റെ ബേസ് അഡ്രസ്സാണ്. അപ്പോൾ സോ അത് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ 3000 ആണ്. അപ്പോൾ അത് ഇതിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇത് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് അഡ്രസ്സ് നള്ളാണ്. ഇവിടെ സ്റ്റാർട്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ ലിങ്ക് ലിസ്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് ലിസ്റ്റാണ് ഇവിടെ കിടക്കുന്നത്. ഇതിലെ ഓരോ എലമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യണം. നമ്മൾ റീഡ് ചെയ്ത് വേറെ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ ഒരു സിമ്പിൾ ഓപ്പറേഷനാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളെ വിസിറ്റ് ചെയ്തെങ്കിലും ഒരു ഓപ്പറേഷൻ എന്നുള്ള അർത്ഥമുള്ളൂ. എല്ലാ നോഡിൽ കൂടെയും പാസ് ചെയ്തിരിക്കണം. അത്രയേ ഉള്ളൂ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓരോ നോഡും റീഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ ഇവിടെ ഒരു ലൊക്കേഷൻ വെച്ച് ആക്സസ് ചെയ്യും, റീഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഒരു VAL എന്നൊരു ലൊക്കേഷനിലേക്ക് നമ്മളത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അതാണ് നമ്മൾ ഇവിടെ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഓപ്പറേഷനാണ്. മനസ്സിലായി? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ടൊരു ടെമ്പററി നോഡ് എടുക്കുന്നു. ഒരു നോഡ് ടെമ്പററി. മനസ്സിലായി? ഈ ഓരോ നോഡിനെ ആക്സസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ടെമ്പററിക്കകത്തേക്ക് സ്റ്റാർട്ടിംഗ് നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 2000 തന്നെ വന്നു. അപ്പോൾ 2000 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് നോഡാണ്. 2000-ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 2000 പോയിൻ്റ് ചെയ്യുന്നത് ആരെയാണ്? ഫസ്റ്റ് നോഡിനെയാണ്, ഈ നോഡിനെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2000 എന്നിവിടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെമ്പററി നോഡ് ആരെ തന്നെ പോയിൻ്റ് ചെയ്യും? ഈ ഫസ്റ്റ് നോഡിനെ തന്നെ പോയിൻ്റ് ചെയ്യും. ഇവിടെയും 2000 ആണ്. സോ സ്റ്റാർട്ട് നോഡ് ഇതിനെ പോയിൻ്റ് ചെയ്യുന്നു. സെയിം സ്റ്റാർട്ട് നോഡിൽ കിടക്കുന്ന അഡ്രസ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെമ്പററി അതിനെ തന്നെ പോയിൻ്റ് ചെയ്യും. സോ അടുത്ത ഫിഗറിൽ അത് കാണിക്കുന്നുണ്ട്. രണ്ട് നോഡും ഇതിനെ തന്നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂസിങ് ദിസ് ടെമ്പററി നോഡ് വി ക്യാൻ ആക്സസ് ദ ഡേറ്റ ഓഫ് ദി ഫസ്റ്റ് നോഡ്. ഒന്നാമത്തെ നോഡിൻ്റെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാം. അതിനെ എവിടെ സ്റ്റോർ ചെയ്യുന്നു? VAL എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മൾ മാറ്റുകയാണ്, സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഒന്നാമത്തെ നോഡിനെ നമ്മൾ വിസിറ്റ് ചെയ്തു. അതെവിടെ ഉണ്ടത്? ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഫ്രം ദ സ്റ്റാർട്ട്. സ്റ്റാർട്ട് അഡ്രസ്സിൽ ഏതാണുള്ളത്? സ്റ്റാർട്ട് നോഡിൽ ഏതാണുള്ളത്? ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സാണ് നമുക്കറിയാം, കഡർ നോഡിലുള്ളത്. അതിനെ എവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു? സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പററി. ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ 2000 എടുത്ത് എവിടെ സ്റ്റോർ ചെയ്യും? ഈ ടെമ്പിൽ സ്റ്റോർ ചെയ്യും. സോ ഈ ടെമ്പും സ്റ്റാർട്ടും പോയിൻ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ ഫസ്റ്റ് നോഡിനെയാണ്. അപ്പോൾ നമ്മളൊരു അഡീഷണൽ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഈ വാല്യൂവിനെയൊക്കെ ആക്സസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതിനാണ് ആ ടെമ്പററി നോഡ് എടുത്തത്. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടി. യൂസിങ് ദ അഡ്രസ് ഇൻ ടെമ്പിലുള്ള അഡ്രസ്സ് വെച്ചിട്ട് ഗെറ്റ് ദ ഡേറ്റ ഓഫ് ദി ഫസ്റ്റ് നോഡ്. അപ്പോൾ ടെമ്പിൽ 2000 കിടക്കുന്നു. സോ 2000 വരുന്ന ഫസ്റ്റ് നോഡിനെയാണത് പോയിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ അതിലെ ഡേറ്റ 25 ആണ്. അത് ആക്സസ് ചെയ്യുന്നു. അതെടുത്ത് എവിടെ സ്റ്റോർ ചെയ്യുന്നു? VAL എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. കണ്ടില്ലേ? ഒരു നോഡ് ആക്സസ് ചെയ്തു. ഇനി അടുത്ത നോഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് 2000 അഡ്രസ്സ് വന്നപ്പം അതിതിനെ പോയിൻ്റ് ചെയ്തു, ടെമ്പ്. ആ ടെമ്പ് വെച്ചിട്ട് നമ്മൾ ഈ വാല്യൂ ഇവിടെ എടുത്തു സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് മാത്രം ചെയ്താൽ മതി? ടെമ്പിലെ അഡ്രസ്സ് എന്താക്കി മാറ്റണം? ഈ അഡ്രസ്സാക്കി മാറ്റണം. അതായത് അതാണ് ഇതിൻ്റെ അഡ്രസ്സ് 2300. അതല്ലേ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെമ്പിലെ അഡ്രസ്സ് 2000 എന്നുള്ളത് ചേഞ്ച് ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റണം? 2300 ആക്കണം.
So this temp will automatically points to this location. മനസ്സിലായി? ടെമ്പ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്തു. ഇവിടെ എന്തോ 2300 വന്നു. അപ്പോൾ രണ്ടാമത്തെ ലൊക്കേഷനാണ് ടെമ്പ് എന്ന നോഡ്, ടെമ്പററി നോഡ് പോയിന്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ വാല്യൂ റീഡ് ചെയ്ത് ഈ VAL സ്റ്റോർ ചെയ്യാം. 34 വരും അവിടെ. എവിടെ ഏതാ കിടക്കുന്നത്? ഓൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദി ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ്. അപ്പോൾ ഒന്നാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലുള്ളത് നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ നോഡിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്. ശരിയല്ലേ? അങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ എന്താണുള്ളത്? സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഓൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദി ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നോഡ്. ഫസ്റ്റ് നോഡിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലുള്ള അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് പോയിന്റ് ചെയ്യുന്നത് സെക്കൻഡ് നോഡിനെ ആയിരിക്കും. സോ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്യാം. നമ്മൾ കണ്ടു ഇവിടെ ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ 2300 ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഈ ടെമ്പിലെ 2000 എന്ന വാല്യൂ മാറ്റിയിട്ട് 2300 കൊടുത്തു. അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ദിസ് ടെമ്പ് നോഡ് പോയിൻറ്റിങ് ടു ദിസ് ലൊക്കേഷൻ ബിക്കോസ് അതിൻ്റെ അഡ്രസ്സ് 2300 ആണ്. അപ്പോൾ ടെമ്പ് അതിനെ പോയിന്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ടെമ്പ് എന്ന നോഡ് വെച്ചിട്ട് ഈ 34 എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്യാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, ഒരിക്കൽ കൂടെ പറയാം. ഇതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. മനസ്സിലായി? ഇനി എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ചാൽ, ഈ 2300 മാറ്റിയിട്ട് ഈ സെക്കൻഡ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. ദാറ്റ് ഈസ് തേർഡ് നോഡിൻ്റെ അഡ്രസ്സ്, സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അതായത് 3000 അതിവിടെ വരും. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ ടെമ്പ് ആരെ പോയിന്റ് ചെയ്യും? ഈ ലാസ്റ്റ് നോഡിന് 17 എന്ന വാല്യൂവിനെ പോയിന്റ് ചെയ്യും. കാരണം അവിടുത്തെ അഡ്രസ്സ് 3000 ആയി. കണ്ട ഇവിടെ സെക്കൻഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്ന 3000 എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്യും. സോ ടെമ്പ് ആരെ പോയിന്റ് ചെയ്യും? ഈ 17 എന്ന വാല്യൂ ഉള്ള നോഡിനെ പോയിന്റ് ചെയ്യും. അവിടുന്ന് യൂസിങ് ദിസ് ടെമ്പററി നോഡ് വി ക്യാൻ റീഡ് ദ വാല്യൂ 17 ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദി ലൊക്കേഷൻ VAL. അപ്പോൾ 17 കിട്ടി. അപ്പോൾ 3 നോഡിലെയും വാല്യൂസ് വായിച്ചു, റീഡ് ചെയ്തു. അതിനെ നമ്മൾ എങ്ങോട്ടേക്ക് കോപ്പി ചെയ്തു? VAL എന്ന വാല്യൂയിലേക്ക്, ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ലാസ്റ്റ്, ഇഫ് ദ കണ്ടന്റ് ഓഫ് ദി ടെമ്പ് ഈസ് നോട്ട് നൾ, ഗോ ടു ദ സ്റ്റെപ്പ് 2. അതായത് ഇത് റിപ്പീറ്റ് ചെയ്യുക എവിടം വരെ? ടെമ്പിൻ്റെ കണ്ടന്റ് നൾ ആകുന്നത് വരെ. ഇവിടെ 3 ലൊക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് 3 നോഡ് ആയപ്പോഴത്തേക്ക് ടെമ്പിൻ്റെ വാല്യൂ എന്തായി? നള്ളായി. സോ നമ്മൾ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഇവിടെ അൽഗോരിതം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടെമ്പിൽ നള്ളായി. ഇനി നോ മോർ ലൊക്കേഷൻസ്, നോ മോർ നോട്ട്സ് ടു റീഡ് ചെയ്യാൻ നോഡുകളില്ല. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദി ലിസ്റ്റ്. ലിസ്റ്റിൻ്റെ എൻഡാണ്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. ദ കണ്ടന്റ് ഓഫ് ദി ടെമ്പ് ഈസ് നോട്ട് നൾ അല്ലെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 2, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരിക. വീണ്ടും ടെമ്പററി എന്ന ലൊക്കേഷനിലേക്ക് അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. അങ്ങനെ അത് ചെയിനായിട്ട് പൊക്കോളും. ഇനി എപ്പോഴാണോ ടെമ്പററി ലൊക്കേഷൻ്റെ വാല്യൂ നള്ളാകുന്നത്, സോ ദാറ്റ് മീൻസ് ദ ലിസ്റ്റ് ഈസ് എക്സോസ്റ്റഡ്. ലിസ്റ്റ് എക്സോസ്റ്റായി, ലിസ്റ്റ് തീർന്നു എന്നാണ് അർത്ഥം. മനസ്സിലായി? അപ്പോൾ നമ്മൾ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കഴിഞ്ഞു. 3000 കൊടുത്തപ്പോൾ ഇവിടെ പോയിന്റ് ചെയ്തു, 17 എടുത്തു, ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്കൊന്നും ഇവിടെ നള്ളാ കിടക്കുന്നത്, അതെടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ടെമ്പിൽ നള്ള് വന്നു. ട്രാവേഴ്സൽ അവസാനിക്കുകയാണ്. ഇനി ലിസ്റ്റ് ഇല്ല, ഐറ്റം ഇല്ല, നോഡില്ല, എല്ലാം ഫിനിഷായി. സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാവേഴ്സൽ. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന അൽഗോരിതമാണ് ഇൻസേർഷൻ ഇൻറ്റു എ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ലിങ്ക്ഡ് ലിസ്റ്റ് ഇവിടെ തയ്യാറായിരിപ്പുണ്ട്. നമ്മൾ പറഞ്ഞാണ് സ്റ്റാർട്ടിങ് നോഡിൽ 2000, അത് 2000 എന്ന നോഡിനകത്ത് 25, പിന്നെ 34, പിന്നെ 17 എന്ന രീതിയിൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ ഒരു പുതിയ നോഡിന് 48 എന്ന ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്നൊരു നോഡിന് അതിൻ്റെ അഡ്രസ്സ് 3500 അതിനെ ഈ ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ
ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അതിനാണുള്ള പ്രൊസീജിയറാണ് നമ്മൾ നോക്കുന്നത്. ലിസ്റ്റ് മനസ്സിലായല്ലോ. അതിൽ ഈ ഒരു നോഡും കൂടി ആഡ് ചെയ്യണം. ഡേറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദി ന്യൂ നോഡ് ആർ ഫിൽഡ്. അതിനകത്ത് 48 എന്ന് ഫില്ല് ചെയ്തു. അതിൻ്റെ അഡ്രസ്സ് 3500 ആണ്. ലിങ്ക് പാർട്ട് നള്ളാണ്. അപ്പോൾ നമ്മൾ ഒരു ടെമ്പററി ഹെഡ് എടുത്തു. ആ ടെമ്പററി ഹെഡിൽ ഈ 3500 കൊടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇനിഷ്യലി ഉള്ളത്. അതിന് ഈ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ഈ ഇൻ ബിറ്റ്വീൻ 34 and 17 അവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് ഈ 34 കഴിഞ്ഞിട്ട് 48 വരണം. അതിനുശേഷം എന്ത് വരണം? 17 വരണം. ആ രീതിയിലാണ് നോഡിനെ ക്രമീകരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് എങ്ങനെ ഇരിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഇങ്ങനെ ഇരിക്കണം. ആദ്യം 25, പിന്നെ 34, പിന്നെ 48, പിന്നെ 17. അപ്പോൾ 34നും 17നും ഇടയ്ക്ക് വേണം 48 ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ 34നും 17നും ഇടയ്ക്കാണ്. അപ്പം ഈ 34ൻ്റെ ലിങ്ക് പാർട്ടിൽ ഇപ്പോൾ കിടക്കുന്ന എന്താണ്? 17 എന്ന നോഡിൻ്റെ അഡ്രസ്സാണല്ലോ. ഇനി അത് മാറിയിട്ട് നമ്മൾ എന്ത് വരണം? 48ൻ്റെ അഡ്രസ്സ് ഇവിടെ വരണം. 48ൻ്റെ അഡ്രസ്സ് ഇവിടെ വരണം. മനസ്സിലായി? അപ്പം എന്താവും? 34 കഴിഞ്ഞിട്ട് 48 വരണം. 48 കഴിഞ്ഞിട്ട് 17 വരണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ ഈ അഡ്രസ്സ് മാറിയിട്ട് ഇവിടെ 48നെ ഇൻസേർട്ട് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാൽ നമുക്ക് ഈ അതിന് തൊട്ട് മുന്നിലുള്ള 34നും 17നും ഇടയ്ക്കാണല്ലോ ഇൻസേർട്ട് ചെയ്ത്. 34ന് തൊട്ട് മുന്നിലുള്ള നോഡിനെ നമ്മൾ പ്രീ നോഡെന്നും 34ന് ശേഷമുള്ള നോഡിനെ നമ്മൾ പോസ്റ്റ് നോഡെന്നും അസ്യൂം ചെയ്യും. മനസ്സിലായി? അപ്പം ഈ 34നും 17നും ഇടയ്ക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 34ന് ജസ്റ്റ് മുന്നിലുള്ള നോഡിനെ ഇത് പ്രീ നോഡെന്നും 34 കഴിഞ്ഞിട്ട് വരുന്ന നോഡിനെ നമ്മൾ പോസ്റ്റ് നോഡെന്നും എടുക്കും. എന്നിട്ട് ഈ ലിങ്കിൻ്റെ ലിങ്ക് ഇവിടെ അഡ്രസ്സ് അല്ലെങ്കിൽ ലിങ്ക് ഇവിടെ പ്രീ നോഡിൽ സ്റ്റോർ ചെയ്യും. ഈ അഡ്രസ്സ് നമ്മൾ പോസ്റ്റ് നോഡിലും സ്റ്റോർ ചെയ്ത് വയ്ക്കും. മനസ്സിലായോ? അത്രയും മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്കാണ് നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 34 കഴിഞ്ഞിട്ട് 48 വരണം. അപ്പം 34ന് തൊട്ട് മുന്നിലുള്ള നോഡിൻ്റെ അഡ്രസ് പാർട്ട് എന്ന് പറഞ്ഞാൽ 34ൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്. അതിനെ പ്രീ നോഡെന്നും 34ന് ശേഷം വരുന്ന നോഡിൻ്റെ അഡ്രസ്സ്, അതായത് ഇത് 17ൻ്റെ അഡ്രസ്സ്, അതാണ് ഇതിൻ്റെ ലിങ്ക്, അതിനെ നമ്മൾ പോസ്റ്റ് നോഡെന്നും 2 നോഡിലാക്കി സേവ് ചെയ്യുന്നു. മനസ്സിലായി? 2 ടെമ്പററി നോഡുകളാണ് അത് രണ്ടും, പ്രീ നോഡും പോസ്റ്റ് നോഡും. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. ക്രിയേറ്റ് എ നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ടെമ്പ്. നമുക്കതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒരു പുതിയ നോഡ്, അതാണ് 48. ഈ 48 എന്ന് പറഞ്ഞ നോഡിനെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അഡ്രസ്സ് എവിടെ കൊണ്ടുവച്ചു? ടെമ്പററി എന്നൊരു നോഡിലോട്ട് കൊണ്ടുവച്ചു. അതിനെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സ്റ്റോർ ദ ഡേറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് യൂസിങ് ടെമ്പ്. അതിനകത്ത് ഫില്ല് ചെയ്ത് 48 എന്നും നള്ളെന്നുമാണ് നമ്മൾ ആദ്യമായിട്ട് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഉണ്ട് 48 നള്ള്, ലിങ്കിൽ നള്ള്, ഡേറ്റയിൽ 48, ടെമ്പററി നോഡൊക്കെ ഫില്ല് ചെയ്യും. ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദി നോഡ്സ് അറ്റ് പൊസിഷൻ POS. അപ്പോൾ
POS എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നമുക്കൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. POS സപ്പോസ് POS 3 ആണെങ്കിൽ POS -1 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. POS +1 എന്ന് പറഞ്ഞാൽ അത് 4 ആയിരിക്കും. അങ്ങനെ POS എന്ന പൊസിഷനിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. obtain the address of the nodes at position POS 1 and POS -1 and POS +1 തൊട്ട് മുന്നേയും തൊട്ട് ശേഷവും വരുന്ന നോഡുകൾ ഇൻ ദ പോയിന്റേഴ്സ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ പൊസിഷൻ -1 വരുന്നതിനെ പ്രീ നോഡെന്നും പൊസിഷൻ +1 വരുന്നതിനെ പോസ്റ്റ് നോഡെന്നും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അതിൻ്റെ അഡ്രസ്സുകൾ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ട്രാവേഴ്സൽ ഓപ്പറേഷൻ വഴി നമ്മളത് എടുത്ത് നേരത്തെ VALലോട്ട് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തല്ലോ, ട്രാവേഴ്സൽ വഴി വാല്യൂ സ്റ്റോർ ചെയ്തു. ഇവിടെ അതുപോലെ ഒരു ട്രാവേഴ്സൽ ഓപ്പറേഷൻ വഴി ഇതിൻ്റെ ലിങ്ക് പാർട്ടിൽ വരുന്ന അഡ്രസ്സിനെ പ്രീ നോഡിലോട്ടും ഇതിൻ്റെ ലിങ്ക് പാർട്ടിൽ വരുന്ന അഡ്രസ്സിനെ പോസ്റ്റ് നോഡിലോട്ടും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. പൊസിഷൻ -1 വരുന്നതിനെ പ്രീ നോഡിലോട്ടും പൊസിഷൻ +1 വരുന്നതിനെ പോസ്റ്റ് നോഡിലോട്ടും സ്റ്റോർ ചെയ്യും. ട്രാവേഴ്സൽ ഓപ്പറേഷൻ വഴി, അതായത് റീഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. കോപ്പി ദ കണ്ടന്റ് ഓഫ് temp into the link part of the node at position POS -1 which can be accessed using pre-node. അതായത് ഇവിടെയാണല്ലോ പ്രീ നോഡ് ഇരിക്കുന്നത്. പ്രീ നോഡ് പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്? 2300-നെയാണ്. 2300 ഉണ്ട്. അതായത് 34-നെയാണ് ആര് പോയിന്റ് ചെയ്യുന്നത്? പ്രീ നോഡ് പോയിന്റ് ചെയ്യുന്നത്. അപ്പം പ്രീ നോഡ് പോയിന്റ് ചെയ്യുന്ന 34 എന്ന പൊസിഷനും ആ പ്രീ നോഡ് പോയിന്റ് ചെയ്യുന്ന ഇതിനെയാണ്. അതിൽ ലിങ്ക് പാർട്ട് എടുത്തിട്ട് അവിടെ ഈ ടെമ്പററിയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. മനസ്സിലായി? സിമ്പിളാണിത്. പക്ഷേ ഇത് പ്രോഗ്രാമായിട്ട് എഴുതുമ്പോൾ അത് നന്നായിട്ട് ഇച്ചിരി ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. അല്ലാതെ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് സിമ്പിളാണ്. നമുക്ക് അൽഗോരിതം, പിക്ചർ റെപ്രസെൻറ്റേഷനൊക്കെ. അപ്പോൾ ഈ പ്രീ നോഡ് പോയിന്റ് ചെയ്യുന്ന 34-നെയാണ്. ആ 34-ൻ്റെ ലിങ്ക് പാർട്ടിൽ 34-നും 17-നും ഇടയ്ക്കാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ 34-ൻ്റെ ലിങ്ക് പാർട്ടിൽ 48-ൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. 48-ൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ട്? ടെമ്പററിയിലുണ്ട്. ആ ടെമ്പററി ഇവിടേക്ക് സ്റ്റോർ ചെയ്യുക. മനസ്സിലായി? അപ്പോൾ 34 ഓട്ടോമാറ്റിക്കലി ആരെ കണക്ട് ചെയ്യും? 48-നെ കണക്ട് ചെയ്യും. അപ്പോൾ 34 എന്തായിരുന്നു? പ്രീ നോഡായിരുന്നു. അതിനാണ് പ്രീ നോഡായിട്ട് സെറ്റ് ചെയ്തത്. പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് സ്റ്റോർ ചെയ്യുക. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ട്? ടെമ്പററിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെമ്പററിയിൽ കിടക്കുന്ന വാല്യൂവിനെ എടുത്ത് പ്രീ നോഡ് പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷൻ്റെ അഡ്രസ് പാർട്ടിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് രണ്ടും കണക്റ്റഡായി. കണ്ടില്ലേ? ഇവിടെ 3500 വരുമ്പോൾ 48-നെ പോയിന്റ് ചെയ്യും. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇതിൻ്റെ അഡ്രസ്സ് എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്യുക. നോക്കാം. കോപ്പി ദ കണ്ടന്റ് ഓഫ് ദി temp into the link part of the node at position POS 1 which can be accessed by the node using pre-node. അത് നമ്മൾ പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ്, കോപ്പി ദ കണ്ടന്റ് ഓഫ് ദി പോസ്റ്റ് നോഡ്, അതായത് POS +1-ലുള്ളത് നെക്സ്റ്റ് പൊസിഷനുള്ള ഇൻറ്റു ദ ലിങ്ക് പാർട്ട് ഓഫ് ദി ന്യൂ നോഡ് ദാറ്റ് ഈസ് പോയിൻറ്റഡ് ബൈ temp. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു നോഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് പോയിന്റ് ചെയ്യുന്നത് temp ആയിരുന്നു. ആ temp പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനെ 34-ആയിട്ട് ജോയിൻ ചെയ്തു. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഈ പോസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്, അതായത് POS +1-ലുള്ള 1-ൽ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഇവിടേക്ക് റീപ്ലേസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഈ 17-ൻ്റെ അഡ്രസ്സാണ് ഈ പോസ്റ്റ് നോഡിലുള്ളത്. 3000 ആണ്. ആ 3000 എവിടെ സ്റ്റോർ ചെയ്യും? ഈ 48-ൻ്റെ നള്ളെന്ന് പറഞ്ഞ അഡ്രസ് പാർട്ടിലേക്ക് സ്റ്റോർ ചെയ്യും. സോ അത് തമ്മിൽ കണക്റ്റഡായി. അപ്പം 34, 28, 25, 34, 48,
17 എന്ന ഓർഡറിൽ കണക്റ്റഡ് ആവും. ഇനി 17ൻ്റെ അഡ്രസ് പാർട്ട് നള്ളെന്നാക്കിയാൽ മതി. അതിനകത്ത് ഇനി കണക്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നോഡ് ഇൻസേർട്ട് ഒരു പൊസിഷനിലേക്ക് ചെയ്യുന്നത്. സിമ്പിളാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രോഗ്രാം ചെയ്യാനായിട്ട് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറും പോയിൻ്ററും ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ടി വരും. ഇവിടെ അൽഗോരിതവും ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനും ഒക്കെ സിമ്പിളാണ്. നമ്മൾ ഒരു നോഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ അത് 48 എന്ന വാല്യൂ ഉൾക്കൊള്ളുന്ന ഒരു നോഡാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 3500 ആണ്. നമുക്കൊരു ഗിവൺ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. അതിനുള്ളിൽ 34ന് ശേഷം 34നും 17നും ഇടയിലായിട്ടാണ് ഈ 48 നമ്മൾ ഇൻസർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പററി എന്നൊരു ഹെഡ് എടുത്തു. ആ ഹെഡിൽ 3500 സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ രൂപത്തിലിരിക്കും. ഇനി അതിനെയാണ് നമ്മൾ ഇൻസർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതായത് 34ൻ്റെ ജസ്റ്റ് മുന്നേ ഉള്ള 34ൻ്റെ ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന നോഡിനെ നമ്മൾ എന്ത് പറയും? പ്രീ നോഡെന്നും 34ന് ശേഷം അത് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷന് നമ്മൾ പോസ്റ്റ് നോഡെന്നും പറയുന്നു. അപ്പോൾ 2 പുതിയ നോഡുകൾ കൂടെ വന്നു. പ്രീ നോഡ് അതിനകത്ത് ഈ 2000 എന്ന അഡ്രസ്സാണ്. പോസ്റ്റ് നോഡ് അതിനകത്ത് 2300 എന്ന അഡ്രസ്സാണ്. ഇതിനകത്ത് 3000 എന്ന അഡ്രസ്സുമാണ്. അതിനിടയിലായിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഇൻസേർട്ട് ചെയ്യാൻ. 34നും 17നും അടയ്ക്കും. സോ നമ്മൾ ചെയ്യുന്നത് ഈ പ്രീ നോഡ് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷൻ 34 ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് 48ൻ്റെ അഡ്രസ്സ് കൊണ്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ 34ഉം 48ഉം കണക്റ്റഡായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 17ൻ്റെ അഡ്രസ്സ് എടുത്ത് നമ്മൾ 48ൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ 48 17നും കണക്റ്റഡ് ആവും. എന്നിട്ട് 17ൻ്റെ അഡ്രസ്സ് നള്ളായിട്ട് തന്നെ 17ൻ്റെ ലിങ്ക് പാർട്ട് നള്ളായിട്ട് തന്നെ നിർത്തും. സോ വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ലൈക്ക് ദിസ്. സ്റ്റാർട്ടിങ് അഡ്രസ് 2000, 25, 34, 48 ആൻഡ് 17 എന്ന രീതിയിൽ ലിസ്റ്റ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലിസ്റ്റിലേക്ക് ഒരു എലമെൻറ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിലീഷൻ ഫ്രം എ ലിങ്ക് ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഐറ്റത്തിന് തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യും. ഇതാണ് ഇപ്പോൾ നിലവിൽ ലിസ്റ്റ്. 25, 34, 48, 17. ഇതിനകത്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഏതാണ്? 48. അതിനെ തന്നെ എടുത്ത് കളയും. അപ്പോൾ വീണ്ടും പഴയതുപോലെ 25, 34, 17 എന്നാകണം ലിസ്റ്റ്. 48നെ എടുത്ത് മാറ്റണം. അപ്പോൾ ഇതായത് ഇതും തമ്മിൽ കണക്റ്റഡ് ആവണം. മനസ്സിലായി? ഇവിടുത്തെ അഡ്രസ്സ് ഏത് വരണം? ഈ 3000 വരണം. അത്രയേ ഉള്ളൂ. അതായത് 3500 എന്നാണിപ്പോൾ 34ൻ്റെ ലിങ്ക് പാർട്ടിലുള്ളത്. അതവിടുന്ന് മാറി 3000 ആകണം. അപ്പോൾ ഇത് ഡിറ്റാച്ച് ചെയ്യും. ഇത് തമ്മിൽ കണക്റ്റഡ് ആവും. അതാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ നോഡ് ആക്സസ് ചെയ്യണം. ഈ നോഡ് ആക്സസ് ചെയ്യണം. ഈ നോഡ് ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് 2300 ആണ്. അതായത് ഇതിൻ്റെ ലിങ്ക് പാർട്ട്. അതിനെ നമ്മൾ ഒരു പ്രീ നോഡ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യും. ഇനി 17ൻ്റെ ബേസ് അഡ്രസ്സ് അത് 3000 ആണ്. അതിനെ പോസ്റ്റ് നോഡ് എന്ന് പറഞ്ഞ ഒരു നോഡിലോട്ടും സേവ് ചെയ്യും. മനസ്സിലായി? അതായത് 2000 തൊട്ട് മുന്നിൽ 48 ആണല്ലോ എടുത്ത് കളയേണ്ടത്. അതിൻ്റെ തൊട്ട് മുന്നിൽ പൊസിഷൻ -1ൽ കിടക്കുന്നത് 34 എന്ന നോഡാണ്. പൊസിഷൻ ആ പൊസിഷനിലെ വാല്യൂയാണ് എടുത്ത് കളയേണ്ടത്. 48 എന്ന് പറയും. പൊസിഷൻ +1ൽ കിടക്കുന്നത് 17 ആണ്. അപ്പോൾ പൊസിഷൻ -1ൽ കിടക്കുന്ന നോഡിൻ്റെ അഡ്രസ്സ് ബേസ് അഡ്രസ്സിനെ നമ്മൾ പ്രീ നോഡ് എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നു. അതായത് 2300. പോസ്റ്റ് നോഡിൽ 3000 ഉണ്ട്. സോ പ്രീ നോഡ് പോയിൻ്റ് ചെയ്യുന്നത് 34നെയാണ്. പോസ്റ്റ് നോഡ് പോയിൻ്റ് ചെയ്യുന്നത് 17നെയാണ്. മനസ്സിലായല്ലോ? obtain the address of the nodes at position -1 and position +1 in the pointers pre node and post node respectively. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.
പൊസിഷൻ -1-ൽ കിടക്കുന്നതും പൊസിഷൻ +1-ൽ കിടക്കുന്നതുമായ രണ്ട് നോഡുകളുടെയും അഡ്രസ്സ് എടുക്കുക. അതിനെ പ്രീ നോഡ് പോസ്റ്റ് നോഡ് എന്ന പേരിൽ നമുക്ക് കൃത്യമായിട്ടും സ്റ്റോർ ചെയ്യാം. ട്രാവേഴ്സൽ ഓപ്പറേഷൻ വഴിയാണ് അതിനെ ആക്സസ് ചെയ്യുന്നത്. കോപ്പി ദ കണ്ടന്റ് ഓഫ് ദി പോസ്റ്റ് നോഡ് into the link part of the node at position -1 which can be accessed using pre-node. അതെന്താണെന്ന് മനസ്സിലായോ? Copy the content of the copy the address of the അതാണ് address of the node at position POS+1. അതായത് POS+1-ൽ പൊസിഷൻ +1-ൽ കിടക്കുന്നത്, അതായത് ഇത് 17 ആണല്ലോ പൊസിഷൻ +1-ൽ കിടക്കുന്നത്. അതിൻ്റെ അഡ്രസ്സ് എവിടെയുണ്ട്? പോസ്റ്റ് നോഡിലുണ്ട്. അതാണ് കോപ്പി ദ കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കോപ്പി ദാറ്റ് മീൻസ് കോപ്പി ദ അഡ്രസ് ഓഫ് ലാസ്റ്റ് നോഡ് +17 നോഡ്. അപ്പോൾ അതാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 3000 എവിടേക്ക് പോകും? The link part of the node at position -1. പൊസിഷൻ -1 എന്ന് പറഞ്ഞാൽ ഇത് അതിനെ പോയിൻ്റ് ചെയ്യുന്നത് പ്രീ നോഡാണ്. അങ്ങനെ പറയാം. പ്രീ നോഡ് പോയിൻ്റ് ചെയ്യുന്ന പൊസിഷൻ -1-ൽ കിടക്കുന്ന ലൊക്കേഷൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് ഈ പ്രീ നോഡ് എന്ന് പറഞ്ഞ നോഡിൻ്റെ വാല്യൂ കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? അപ്പം ഈ പ്രീ നോഡ് പോയിൻ്റ് ചെയ്യുന്നത് 34-നെയാണ്. അതിൻ്റെ ലിങ്ക് പാർട്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ 2300 ആണ്. അവിടേക്ക് പോസ്റ്റ് നോഡിൻ്റെ വാല്യൂ അതായത് 3000 വന്ന് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ കണക്ഷൻ നിലവിലുള്ള ഈ കണക്ഷൻ വിടുന്നു. 3000 വന്നു. അപ്പോൾ 3000 ആരെയാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഈ 17-നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇവിടെ 3000 വന്നു. ഏതിൻ്റെ? പോസ്റ്റ് നോഡിൻ്റെ വാല്യൂ. അപ്പോൾ ഈ പ്രീ നോഡ് വഴിയാണ് ഇതിനെ ആക്സസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് പാർട്ടിൽ പോസ്റ്റ് നോഡിൻ്റെ വാല്യൂ ഇട്ടപ്പോൾ ഈ കണക്ഷൻ ബ്രേക്ക് ചെയ്യുകയും ഇവിടെ ഒരു പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 48 ഔട്ടാവും. ഇവിടുമായിട്ട് ഡിസ്കണക്റ്റായി. ഇനി ഈ 34 ആരുമായിട്ട് കണക്റ്റായി? 17-നുമായിട്ട് കണക്റ്റായി. ഇനി നമുക്ക് ഈ കണക്ഷനൂടെ വിടണം. 48-ൻ്റെ ലിങ്കിലും 3000 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതും കൂടി ഡിറ്റാച്ച് ചെയ്യണം. Copy the content of the post node into the link part of the node at position -1 which can be accessed using pre-node and free the node at position POS. ആ നോഡിനെ ഫ്രീ ആക്കുക. ഇതിനെ ഫ്രീ ആക്കുക പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇവിടുത്തെ അഡ്രസ്സ് 3000 എന്ന് എഴുതിയിരിക്കുന്നത് എന്താക്കി മാറ്റണം? നള്ളാക്കി മാറ്റണം. അപ്പോൾ 48 നള്ളെന്നായി മാറും. അപ്പോൾ അത് ഈ കണക്ഷൻ അങ്ങ് ഡിറ്റാച്ച് ആവും. ലിസ്റ്റ് ഏതുമാതിരിയാവും? 25, 34, 12 അല്ല 17 എന്ന രീതി വരും. വളരെ സിമ്പിളാണ്. അൽഗോരിതവും പിക്ചർ നോക്കിയാൽ ഒന്ന് പിടിച്ച് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാം എഴുതുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേഷൻ വരും. ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതാണ് നിലവിലുള്ള ലിസ്റ്റ്. ഈ 48 എടുത്ത് മാറ്റണം. നമ്മൾ ചെയ്യുന്നത് 48-ന് തൊട്ട് മുന്നിലുള്ള നോഡിനെ പ്രീ നോഡെന്നും 48-ന് ശേഷമുള്ള നോഡിനെ പോസ്റ്റ് നോഡെന്നും പേര് ചെയ്യും, നെയിം ചെയ്യും. മനസ്സിലായി? അപ്പോൾ പ്രീ നോഡിനകത്ത് ഈ 34-ൻ്റെ അഡ്രസ്സാണുള്ളത്. പോസ്റ്റ് നോഡിൽ 17-ൻ്റെ അഡ്രസ്സാണുള്ളത്. ഇവിടെ പ്രീ നോഡ് ആക്ച്വലി പോയിൻ്റ് ചെയ്യുന്നത് 34-നെയും പോസ്റ്റ് നോഡ് പോയിൻ്റ് ചെയ്യുന്നത് 17-നെയാണ്. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് പ്രീ നോഡ് എന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ ഉപയോഗിച്ച്, ഒരു നോഡ് ഉപയോഗിച്ച് നമ്മൾ അത് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷൻ, അതായത് 34 ലൊക്കേഷൻ്റെ ലിങ്ക് പാർട്ടിൽ ഈ പോസ്റ്റ് നോഡിൻ്റെ വാല്യൂ, അതായത് പോസ്റ്റ് നോഡ് പോയിൻ്റ് ചെയ്യുന്നത് 17-നെയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ
17 എന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. അതായത് 3000 ആണ് പോസ്റ്റ് നോഡിൻ്റെ വാല്യൂ. അതെടുത്ത് ഇവിടെ പ്രീ നോഡ് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷൻ്റെ ലിങ്ക് പാർട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. സോ 34ൻ്റെ ലിങ്ക് പാർട്ടിൽ 3000 വരും. അപ്പം 34 ആരുമായിട്ട് കണക്റ്റഡ് ആവും? 17 കണക്റ്റഡ് ആവും. 48 കണക്ഷൻ ഡിറ്റാച്ച് ആവും, ഡിസ്കണക്റ്റ് ആവും. എന്നിട്ട് പിന്നെ നമ്മളെന്താ ചെയ്യുന്ന? 48ൻ്റെ ലിങ്ക് പാർട്ട് എടുത്ത് അവിടെ നള്ളെന്ന് എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ നള്ളെന്ന് കോപ്പി ചെയ്യും. സോ നമ്മുടെ ഒരു നോഡ് 48 എന്ന നോഡ് ഫ്രീ ആയി. ലിസ്റ്റ് എങ്ങനെയായിട്ട് മാറി? 25, 34, 17 എന്നായിട്ട് മാറും. ഇത്രയും അൽഗോരിതങ്ങളാണുള്ളത്. ശ്രദ്ധിച്ചും ക്ഷമയോടും കേട്ട് മനസ്സിലാക്കുക, എഴുതി പഠിക്കണം. അൽഗോരിതവും പിക്ചറും നോക്കിയാൽ എളുപ്പമാണ്. പ്രോഗ്രാം എഴുതുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ വരും. നമ്മൾ തൽക്കാലം ഇതാണ് ഇവിടെ പഠിക്കുന്നത്. പ്രോഗ്രാം അല്ല, അൽഗോരിതം തന്നെ എഴുതിയാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് നോക്കി പഠിക്കുക. താങ്ക് യു സോ മച്ച്.